മറ്റാരെക്കുറിച്ച് ഓർക്കണ്ട, സിദ്ധുവിനെ കുറിച്ച് ഓർക്കണ്ടേ? ദേവികയെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ട് സിദ്ധു ഇപ്പോൾ ഓരോ നിമിഷവും തള്ളി നീക്കുന്നത്. പേടിച്ചൊളിക്കാനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല സർ. പേടികൊണ്ടല്ല, ഒന്ന് ശ്രദ്ധിക്കുന്നു, അത്രേ ഉള്ളൂ. ശരത്തിനെ മാത്രമല്ല, അവന്റെ അമ്മയും സൂക്ഷിക്കണം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ രണ്ടും. അതൊക്കെ എനിക്കറിയാം മാഡം. മകന് പറ്റിയ അമ്മയും അമ്മയ്ക്ക് പറ്റിയ മകനും. എന്തു വേണേലും ചെയ്യട്ടെ. അവർക്ക് പറ്റാവുന്ന തരത്തിലൊക്കെ അവർ ശ്രമിച്ചോട്ടെ. 7-ാം തീയതിക്ക് മുമ്പ് ഞാൻ പലതും പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊക്കെ നേരിടാനുള്ളൊരു മാനസികാവസ്ഥയിൽ തന്നെയാണ് ഞാനിപ്പോൾ. സൂക്ഷിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. ദേവിക കല്യാണം കഴിഞ്ഞ അതിനർത്ഥം ശരത്ത് തോറ്റുന്ന. അവന് കൊടുക്കാവുന്ന ഏറ്റവും നല്ല അടിയാ ഈ കല്യാണം. അപ്പോ എന്ത് വില കൊടുത്തും ഈ കല്യാണം നമ്മൾ നടത്തണം. നടത്താതിരിക്കാൻ അവനും നടത്താൻ നമ്മളും. ആ ഒരു വാശിയിൽ വേണം എല്ലാം നോക്കിക്കാണാൻ. നമുക്കവനെ തോൽപ്പിക്കുകയല്ലേ വേണ്ടത്. അതിന് കല്യാണം നടക്കണം ദേവികെ. കല്യാണം നടക്കും മാഡം. അതിനൊരിക്കലും ഒരു തടസ്സം ഉണ്ടാവില്ല. എന്നുവെച്ച് അവനെ പേടിച്ച് വല്ല മാളത്തിൽ ഒളിക്കാനൊന്നും എന്നെ കൊണ്ടുപോയി. ചെയ്യാന്നൊക്കെ അവൻ ചെയ്യട്ടെ, ഞാനത് നേരിടും. എന്ത് സഹായത്തിനും ഞാനുണ്ടാവും കൂടെ. വിളിച്ചാൽ മതി. ശരി സർ, താങ്ക് യു.